ഞാൻ ഹോങ്കോങ്ങിൽ ചെന്ന് ഇറങ്ങുമ്പോഴാണ് ഇതൊരു ഫ്രോഡായിരുന്നു എനിക്ക് മനസ്സിലാവുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. പറ്റൂ. പിന്നെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു? ഭാഷ അവസാനം ഇതൊരു മനസ്സിന്റെ ഭാഷയായിട്ട് മാറി. ആംഗ്യ ഭാഷയിലൊക്കെ രണ്ടുപേർക്കും രക്ഷിക്കണം. അതെ അതെ അതെ. അവസാനം എന്ത് ചെയ്തവര്? മൂത്തിലാൽ ഓസ്വാൽ. അപ്പോൾ എവിടെയോ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ. ഈ പ്രേക്ഷകരും കൺഫ്യൂസ്ഡ് ആണ്. രണ്ടുപേരിന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് കണക്റ്റഡ്? അപ്പോൾ എൻ്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. ആ ട്രെയിനിൽ തുടങ്ങിയ യാത്രയാണ് സ്പാർക്കിന്റെ ഈ ഹോട്ട് സീറ്റിൽ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിയത്. അപ്പോൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ആ ജോലി എങ്ങനെ പോയി? സജീഷ്, അപ്പോൾ അങ്ങനെ ഒരു പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങുകയാണ്. അത്ര എളുപ്പമായിരുന്നോ കാര്യങ്ങൾ? ഭയങ്കര ടഫായിരുന്നു സാർ സിറ്റുവേഷൻ. കാരണം ഈ കോവിഡ് ടൈമായിരുന്നു. നമുക്ക് ഒരാളുടെ അടുത്ത് പോയി ഡയറക്റ്റ് ഒരു മീറ്റിംഗ് എടുക്കാൻ പോലും ഉള്ള സിറ്റുവേഷൻ ഇല്ല. തോന്നുന്നു ആ ഒരു ടൈമിൽ സ്ട്രഗിൾ ചെയ്ത എല്ലാവർക്കും വിജയങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതൊരു ബെസ്റ്റ് സ്ട്രഗിള് നമുക്ക് മൊത്തം എൻവറോൺമെന്റ് കിട്ടി. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇത് എടുക്കുന്നത്. അൺലിസ്റ്റഡ് ഷെയർസ് പ്രേക്ഷകർക്കായി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സിയാൽ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ അറൗണ്ട് 200 ലെവൽസിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ് 475 500 ലെവൽസിലൊക്കെ ട്രേഡ് ചെയ്തു. ഒരു ഫണ്ട് റിക്വയർമെന്റ് വരുന്ന പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഫോക്കസ് ബാങ്കിലേക്കാണ്, ബാങ്ക് ലോണിലേക്കാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ശരിക്കും SME IPO അതല്ലെങ്കിൽ മെയിൻ ബോർഡ് IPO. നമുക്കാണെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു 20% സ്റ്റേക്ക് നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റിയാൽ കമ്പനിക്ക് സഫീഷ്യൻറ്റ് ഫണ്ട് അവിടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ആ ഫണ്ട് കളക്ട് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് സോഴ്സാണ് IPO എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ചെറിയൊരു അൺലിസ്റ്റഡ് കമ്പനി എന്നതിലുപരി ഇപ്പോൾ IPO കൺസൾട്ടൻസ് വരെ ആയിക്കഴിഞ്ഞു. ഇനി ഭാവി സ്വപ്നങ്ങളെന്ന്? സംരംഭമോഹികൾ എങ്ങനെയാണ് സംരംഭത്തിലെത്തുന്നത്? ചിലർ വളരെ പ്ലാൻ ചെയ്ത് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഒരു മേഖലയിലോട്ട് ചാടിക്കയറി അത് വിജയിപ്പിക്കുന്നു. ചിലർ ആക്സിഡൻ്റൽ ഓൺട്രപ്രണേഴ്സ് ആണ്. അവർ അപ്രതീക്ഷിതമായ ഒരു അവസരം മുന്നിൽ വരുമ്പോൾ അത് ഗ്രാബ് ചെയ്ത് അത് പിന്നീട് ഒരു സംരംഭമാക്കുന്നു. ചിലരുണ്ട് ഏതെങ്കിലും ഒരു മേഖല കണ്ടുപിടിച്ച് അതിൽ എക്സ്പെർട്ടൈസായി അതിനുശേഷം ആ മേഖലയിലേക്ക് ഇറങ്ങുന്നവർ. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വളരെ പ്രധാനമാണ്. അതിന് റീസൺ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം. നമ്മുടെ സാലറി വെച്ച് മാത്രം മുന്നോട്ട് പോകാനാകുമോ എന്ന ഒരു സംശയത്തിലാണ്. കാരണം വിലകൾ, എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിലയും സർവീസും ഒക്കെ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മേഖല കണ്ടെത്തി മറ്റുള്ളവരെ സഹായിക്കുന്ന രണ്ട് യുവ സംരംഭകരാണ് സ്പാർക്കുള്ള കഥ പറയാൻ എന്നോടൊപ്പം ഹോട്ട് സീറ്റിലിരിക്കുന്നത്. സജീഷും ജിൻറ്റോയുമാണ്. രണ്ടുപേർക്കും സ്വാഗതം സ്പാർക്കിലേക്ക്. നിങ്ങൾ രണ്ടുപേരെ ഞാൻ കണ്ടുമുട്ടുന്നത് എൻ്റെ ട്രെയിനിങ് റൂമിൽ വെച്ചിട്ടാണ്. ആ ഹാളിൽ വെച്ച് തന്നെ തോന്നിയിരുന്നു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള രണ്ട് എളിമയുള്ള രണ്ട് ചെറുപ്പക്കാർ. നല്ലൊരു കഥയും നിങ്ങൾക്കുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളെ ക്ഷണിച്ചത്. സജീഷ്, നാട് എവിടെയാണ്? എൻ്റെ നാട് തൃപ്രയാറാണ് സാർ. പഠിച്ചതൊക്കെ എവിടെയാണ് സജീഷ്? സ്കൂള് ഭാരത് വിദ്യാമന്ദിർ CBSE സ്കൂളാണ്. +2 കീഴ്പള്ളിക്കര ആളന്ത സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ BCom അദീന കോളേജ്. ഞാൻ ജിൻറ്റോയിലോട്ട് വരാം. ജിൻറ്റോൻ്റെ നാട് എവിടെയാണ്? എൻ്റെ നാട് പെരുവയിലാണ്. പെരുവ ഗ്രാമപ്രദേശം. പെരുവ എവിടെയാണത്? പിറവം കടുത്തുരുത്തി. പഠിച്ചതെല്ലാം പെരുവ ഗവൺമെൻറ് സ്കൂളിലാണ്. +2 വരെ അവിടെയായിരുന്നു പഠിച്ചത്. അതിനുശേഷം ഡിഗ്രി ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഉഴവൂരിലേക്ക് പോയി. MBA PG ചെയ്തത് കോയമ്പത്തൂരിലാണ്. MBA കാരനാണ്. MBA. ഓക്കെ, ഗുഡ്. സജീഷിലോട്ട് വരാം. സജീഷ് പഠനം കഴിഞ്ഞ് എന്താണ് ചെയ്തത്? സർ, പഠനം കഴിഞ്ഞ് ഞാനൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. അതൊരു എന്താ പറയുക, ഒരു കെമിക്കൽ പ്ലാന്റ് ആണ്. പ്ലാന്റിൽ പ്ലാന്റ് ഓപ്പറേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തത്. പ്ലാന്റ് ഓപ്പറേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ താങ്കളുടെ പാരൻസ് ആരെങ്കിലും ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഇല്ല, ആരും ബിസിനസ് ആരുമില്ല സാറേ. അച്ഛൻ എന്താ ചെയ്തിരുന്നത്? അച്ഛൻ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. പഞ്ചായത്ത് സെക്രട്ടറി. റിട്ടയർ ചെയ്തത്. ഓക്കെ. അപ്പോൾ താങ്കൾക്ക് ഫസ്റ്റ് ജോലി കിട്ടിയത് ഒരു ഓപ്പറേറ്റർ ആയിട്ടാണ്? അതെ സാർ. എത്ര നാളുണ്ടായിരുന്നു അവിടെ? അവിടെ ഒരു 4 to 5 years ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു NCF കോഴ്സ് എന്ന് ചെയ്തായിരുന്നു. ഓക്കെ. അങ്ങനെ ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു എക്യുപ്മെന്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ റിസർച്ച് എക്സിക്യൂട്ടീവായിട്ട് അവിടെ ജോയിൻ ചെയ്തു. റിസർച്ച് എക്സിക്യൂട്ടീവ്? യെസ്. ഓക്കെ.
അത് ഇതിൻ്റെ സ്റ്റോക്കിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതെ സാർ. ഓക്കെ. അതിനുശേഷം അതിനുശേഷം ഞാൻ നിർമ്മൽ ബാങ്ക് കമ്പനിയിൽ സെക്യൂരിറ്റി കമ്പനിയാണ്. ആ കമ്പനിയിൽ നമ്മളൊരു കുറച്ച് നാളുകൾ വർക്ക് ചെയ്തു. എന്തിലായിരുന്നു അത്? സെയിൽസിലാണ് വർക്ക് ചെയ്തത് സാർ. സെയിൽസിലാണ്. അപ്പോൾ താങ്കൾ പക്ഷേ സെയിൽസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. അതെ അതെ. അതെങ്ങനെ സെയിൽസിൽ എത്തിപ്പെട്ടത്? അതൊരു ടഫ് സിറ്റുവേഷനാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു ഫാമിലി ആ സമയത്ത് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്ന് നമ്മൾ ഈ റിസർച്ച് ചെയ്യുന്നൊക്കെ മാറി സെയിൽസിലേക്ക് ഇറങ്ങാം എന്ന് തീരുമാനിക്കുക. ഇൻസെന്റീവ് ഒക്കെ കിട്ടും. ഇൻസെന്റീവ് ഒക്കെ കിട്ടും. അത് നന്നായി പോയോ ആ ജോലി? അവിടെ എനിക്ക് 6 months എനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റിയുള്ളൂ. എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തു അവിടെ എല്ലാവരും. ബട്ട് നമുക്ക് സെയിൽസിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവിടെ 6 months നിൽക്കാൻ പറ്റിയുള്ളൂ. പക്ഷേ എനിക്ക് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എനിക്ക് മോത്തിലാൽ ഓസ്വാൾ, ദീപക് ഷെട്ടി സാർ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു. ഏത് സ്ഥാപനം ഏതാണ്? മോത്തിലാൽ ഓസ്വാൾ. മോത്തിലാൽ ഓസ്വാൾ അതൊരു ഷെയർ ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ഫിനാൻഷ്യൽ സർവീസസ് ആണ്. അപ്പോൾ എവിടെയായിരുന്നു ഇതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ? ഇൻ്റർവ്യൂ സാർ ബാംഗ്ലൂരായിരുന്നു. നമ്മൾ കുറച്ചും കൂടി സാലറി ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്തായാലും നമ്മൾ ബാംഗ്ലൂരൊക്കെ ഒന്ന് പോകുമല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ബാംഗ്ലൂർ പോയി നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ സാർ പറഞ്ഞു നിനക്ക് പറ്റിയ ഇടം ബ്രാഞ്ച് കൊച്ചി തന്നെയാണ്, ഡെന്നിസ് സാറെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി നമ്മളാണ് ആ സ്ഥാപനത്തിലേക്ക് വരുന്നത്. ഞാൻ ജിൻഡോയിലോട്ട് വരാം. ജിൻഡോന്റെ ഫസ്റ്റ് ജോലി എവിടെയാണ്? ഞാൻ ഓഡിറ്റിലാണ് ആദ്യമായിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം MBA ഫിനാൻസ് ആയിരുന്നു. അപ്പോൾ ഓഡിറ്റിൽ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഒരു 1 year കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് സെയിൽസ് ആയിരുന്നു കുറച്ചുകൂടെ പാഷനായിട്ട് തോന്നിയിട്ടുള്ളൊരു വർക്ക്. ഞാൻ അവിടെ ബോർഡായപ്പോൾ ഞാനൊരു സെയിൽസിലേക്ക് മാറി. 1-2 ചെറിയ സെയിൽസിലൊക്കെ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ട്രെയിനിങ് പോയെന്ന് പറഞ്ഞാൽ ഞാൻ ജിയോജിത്തിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. കോട്ടയം നാമ്പടം ബ്രാഞ്ചിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഇൻഡസ്ട്രിയിലിട്ട് ആദ്യമായിട്ട് വരുന്നത് ജിയോജിത്ത് ത്രൂ ആണ്. അവിടെ എൻ്റെ കൊളീഗ്സ് ആണെങ്കിലും അതുപോലെ മാനേജറൊക്കെ ആണെങ്കിലും വളരെ സപ്പോർട്ടീവായിരുന്നു. അവിടെ ഞാനൊരു 2-2.5 വർഷത്തോളം അവിടെ ജിയോജിത്തിലുണ്ടായിരുന്നു, കോട്ടയം നാമ്പടം ബ്രാഞ്ചിൽ. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഷെയർ ട്രേഡിനെ കുറിച്ചൊക്കെ നന്നായി പഠിച്ചു അല്ലേ? അതെ, അവിടെ നിന്നുകൊണ്ടാണ് എൻ്റെ ബാലപാഠങ്ങൾ ഞാൻ അവിടെ നിന്ന് പഠിക്കുന്നത്. അതിനുശേഷം ജിയോജിത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഹോങ്കോങ്ങിലേക്കൊരു ഓപ്പർച്യൂണിറ്റി. ഹോങ്കോങ് ഓക്കെ. അധികം ആരും പോകാത്തൊരു സ്ഥലമാണ് ഹോങ്കോങ്. എന്ത് ജോലി? അവിടെ ഓഫീസ് ജോബാണ് എന്നാണ് നമ്മുടെ അടുത്ത് അന്ന് സംസാരിച്ചിരുന്നത്. പൈസയൊക്കെ കൊടുത്തിട്ടാണോ? നമ്മൾ ആദ്യം തന്നെ ഒരു 3 lakhോളം അന്നത്തെ ടൈമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓ ശരി. അങ്ങനെ അത് നമ്മൾ ഹോങ്കോങ്ങിൽ എത്തിയില്ല, വിയറ്റ്നാമിൽ നിന്നാണ് അവർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത്. വിയറ്റ്നാം. ഹോങ്കോങ്ങിൽ കൊണ്ടുപോയില്ല? അത് നമ്മൾ വിയറ്റ്നാമിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു 3 days നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്നാണ് നമ്മൾ ഹോങ്കോങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്തവർ. അത് ശരി. എന്നിട്ട് അവിടെ ഞാൻ ഹോങ്കോങ്ങിൽ ചെന്ന് ഇറങ്ങുമ്പോഴാണ് ഇതൊരു ഫ്രോഡായിരുന്നു എനിക്ക് മനസ്സിലാവുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ സ്റ്റക്കായി പോയി. അവിടെ നിന്ന് നമ്മുടെ എമിഗ്രേഷനകത്ത് ലൈക്ക് ജയിൽ പോലൊരു സ്ഥലത്ത് നമ്മളൊരു 2 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വന്നു. സാധാരണ അവിടെ നമ്മൾ ടൂറിസ്റ്റുകൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വിസ ഓൺ അറൈവലാണ്. അതെ. പക്ഷെ നിങ്ങൾ ജോബിനായിട്ട് അവിടെ ചെന്നതാണ്. അതെ, അത് അവരോട് പറയുകയും ചെയ്തു. നമുക്ക് നമ്മൾ പല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അവിടെ നമ്മൾ എന്തിനാണ് ചെന്നത്, നമ്മൾ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടാണ് ജോലിക്കായിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞ ആള് നമ്മളെ മിസ്ഗൈഡ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഒരു ദിവസം അവിടെ ജയിൽവാസവും 2 ദിവസത്തോളം അവിടെ ഒരു ജയിലിൽ തന്നെ ആയിരുന്നു. പിന്നെ അതിനുശേഷം അവർ ഞങ്ങൾ വീണ്ടും വിയറ്റ്നാമിലേക്ക് തന്നെ കയറ്റി വിട്ടു. വിയറ്റ്നാമിലേക്കാണ്, ഇന്ത്യയിലേക്കല്ല? കാരണം നിങ്ങൾ വിയറ്റ്നാമിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വിടാൻ പറ്റുള്ളൂ. ഡിപ്പോർട്ട് ചെയ്തു. ശരി. വിയറ്റ്നാമിൽ ചെന്നിട്ട് അവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വിസയില്ല, തിരിച്ചു കയറി പോകാൻ ഇങ്ങോട്ട് ഫ്ലൈറ്റും ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഗുഡ് ഫ്രൈഡേ ആ ഒരു ഹോളിഡേ സീസൺ ആയിരുന്നു. അപ്പോൾ സ്റ്റക്കായി പോയി. ഞാൻ ഫ്രണ്ടും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ അവിടുത്തെ ബാക്ക് ഓഫീസിൽ സ്റ്റാഫൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത്. ഭാഷ അറിയില്ല, അവർക്കറിയില്ല, നമുക്കും അറിയില്ല. പിന്നെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു? ഭാഷ അവസാനം ഇതൊരു മനസ്സിന്റെ ഭാഷയായിട്ട് മാറി. ഭാഷയിലൊക്കെ 2 പേർക്കും മനസ്സിലായി. അതെ. അവസാനം എന്താ ചെയ്തവര്? അവസാനം നമ്മൾ അവർക്ക് കയ്യിലുണ്ടായിരുന്ന കുറച്ച് $ഡോളേഴ്സ് ഉണ്ടായിരുന്നു. അത് ഞാനൊരു ന്യൂസ് പേപ്പറിലാക്കി ലാസ്റ്റ് പടിയെന്നോളം അവർക്ക് കൊണ്ടു കൊടുത്തു. അവർ നമ്മൾ ബാക്കി പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ അവിടെ നെക്സ്റ്റ് ചെയ്തു. വിസ തന്നോ? വിസ നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് വിട്ടു. അവർ വിയറ്റ്നാമിനെ സ്റ്റാമ്പ് ചെയ്തിട്ട് വിയറ്റ്നാമിലേക്ക് തന്നെ നമ്മൾ പുറത്തേക്ക് അവർ എൻട്രി തന്നു വിട്ടു. ഓക്കെ. വേറെ പ്രൊസീജിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ചെന്നിട്ട് ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്തു? പിന്നെ ഒരു ടാക്സി വിളിക്കാൻ തന്നെ കഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. നമ്മൾ ആംഗ്യ ഭാഷയിലൊക്കെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ചൂണ്ടിയൊക്കെ വിളിച്ചിട്ടൊക്കെയാണ് ടാക്സിയൊക്കെ വിളിച്ച് നമ്മൾ പോയത്. ഞാൻ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോയി ഒരു ഹോട്ടലൊക്കെ, അവിടെ ചെന്നപ്പോൾ അവിടെ അത്യാവശ്യം ആളുകൾക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം. ഹോട്ടലൊക്കെ ഞങ്ങൾ 2 ദിവസം അക്കോമഡേറ്റ് ചെയ്തു. വീട്ടിലേക്കൊക്കെ ഇൻറ്റിമേറ്റ് ചെയ്തു, ഇന്നൊരു പ്രശ്നം പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്.
പിന്നെ അതിനുശേഷം ഒരു 1 വീക്ക് എടുത്തു തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. നാട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അങ്ങനെ പ്രവാസമോഹം, ഹോങ്കോങ് സ്വപ്നം കണ്ടു, അത് വെറുതെ അങ്ങോട്ട് പോയി. അയ്യോ അതെ തിരിച്ചു വന്ന് പിന്നെ ജോലിക്ക് ആ പഴയ ജോലിയിൽ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നോ? നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്തു. എനിക്ക് അവിടെ ക്ലയൻറ്റ് ബേസ് ഒന്നും ഇല്ലായിരുന്നു. നല്ലൊരു ക്ലയൻറ്റ് ബേസ് ഒക്കെ ആക്കി നല്ലൊരു ലെവലിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പോകുന്നത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ വീണ്ടും അങ്ങോട്ട് തന്നെ അവരെന്നെ തിരിച്ച് വിളിച്ചായിരുന്നു. ഓക്കെ. പക്ഷേ എങ്കിൽ പോലും എനിക്ക് വീണ്ടും റീജോയിൻ ചെയ്യാനൊരു മനസ്സ് വന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? പിന്നെ വീണ്ടും അങ്ങനെ ഒരു 4 മന്ത്സ് വെയിറ്റ് ചെയ്തു. ഈ ഒരു സെയിം ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നൊരു പാഷനായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതുപോലെ മോത്തിലാൽ ഒസ്വാളിൽ ഇൻ്റർവ്യൂ നടക്കുന്നു അറിഞ്ഞു. ഞാൻ ആപ്ലിക്കേഷൻ വിളിച്ചു, ഇൻ്റർവ്യൂവിന് പോയി, ജോലി സെലക്ട് ആയി അവിടെ. മോത്തിലാൽ ഓസ്വാൾ. മോത്തിലാൽ അപ്പോൾ എവിടെയോ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ. ഈ പ്രേക്ഷകരും കൺഫ്യൂസ്ഡ് ആണ്. രണ്ടുപേരിൽ നിന്ന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് കണക്റ്റഡ്? അപ്പോൾ എൻ്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അതെ സാർ, അതെ. സജീഷിലേക്ക് തിരിച്ചു വരാം. സജീഷ് അപ്പോൾ അവിടെ ജോയിൻ ചെയ്തു, എന്താണ് അവിടെ സംഭവിച്ചത്? പിന്നെ ഞാൻ സത്യത്തിൽ ജിൻഡോനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് എന്താ പറയുക, നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. ബാംഗ്ലൂർ ആയിരിക്കും ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ ഒരു 1 വീക്ക് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ എന്നെ ഇൻറ്റിമേറ്റ് ചെയ്തു. അപ്പം ജിൻഡോയുടെ ടിക്കറ്റ്സും എനിക്കാണ് അയച്ചു തന്നത്. അപ്പോൾ അതുകൊണ്ട് ജിൻഡോനെ അന്ന് ഞങ്ങൾ കണക്ട് ചെയ്ത് ഒരുമിച്ച് ഒരേ ട്രെയിനാണ് ഞങ്ങൾ യാത്ര തുറന്നത്. അങ്ങനെ ഞങ്ങളുടെ സെയിൽസ് ജീവിതം തുടങ്ങുകയാണ്. ട്രെയിനിങ്ങിനാണ് നിങ്ങൾ രണ്ടുപേരും കൂടി പോകുന്നത് അല്ലേ? അപ്പോൾ ആ ട്രെയിനിൽ തുടങ്ങിയ യാത്രയാണ് സ്പാർക്കിന്റെ ഈ ഹോട്ട് സീറ്റിൽ നിങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തിയത്. അതെ. അപ്പോൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ആ ജോലി എങ്ങനെ പോയി? ജോലി ഞങ്ങൾ രണ്ടുപേരും ഇൻഡിവിജ്വൽ ടാർഗറ്റ്സ് ആണെന്നെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും കൊണ്ട് ഹെൽപ്പ് ചെയ്ത് ഒരുമിച്ചാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ശരി. പുള്ളിയുടെ മീറ്റിംഗ്സിന് ഞാൻ ഒരുമിച്ച് പോകും, എൻ്റെ മീറ്റിങ്ങിൽ പുള്ളി വരും. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ചൊരു ഇൻഡിവിജ്വൽ ടാർഗറ്റ്സ് ആണ്. ഇൻഡിവിജ്വൽ ടാർഗറ്റ്സ് ആയിരുന്നു. നിങ്ങൾ ഒരുമിച്ച് ഒരു സൗഹൃദം തുടങ്ങി അവിടെ? അതെ അതെ, അവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ടാർഗറ്റ് ഒക്കെ അച്ചീവ് ആയിരുന്നു അന്ന്? പിന്നെ ഞങ്ങൾ അവിടുത്തെ എക്സ്ട്രാ ഓർഡിനറി എംപ്ലോയീസ് ആയിരുന്നു അന്ന്. ശരി. അപ്പോൾ ഞാൻ സജീഷിലോട്ട് വരാം. എങ്ങനെ എക്സ്ട്രാ ഓർഡിനറി എംപ്ലോയീസ് ഒക്കെ ആയി നിങ്ങൾ? സാർ, എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ഇൻഡിവിജ്വൽ, നമുക്ക് അവിടെ നല്ലൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതാണ് എനിക്കിപ്പോൾ മൊത്തത്തിൽ പറയാനുള്ളത്. നമുക്കിപ്പോൾ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യണം, PMS ഉണ്ട്, പിന്നെ അതർ കുറച്ച് ഇൻഷുറൻസ്, അതർ പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇൻഡിവിജ്വൽ നമ്മൾ മീറ്റിംഗ്സ് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്കൊരു മീറ്റിംഗ് ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ആളുകൾക്ക് എത്താൻ പറ്റി. അവരുടെ പ്രോസസ്സാണ് എൻ്റെ മെയിൻ കാരണം. അപ്പോൾ അത് ഞങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായി. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കോർപ്പറേറ്റ് ടൈപ്സുകൾ. കോർപ്പറേറ്റ് ടൈപ്സ് എന്തായിരുന്നു? ടൈപ്സ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എക്സാമ്പിളിന് ഇപ്പോൾ നമുക്ക് ഡിമാറ്റ് വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ IPO വരുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് എന്തായാലും നമുക്ക് ഡിമാറ്റ് വേണം. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ പല IPO വരാൻ പോകുന്ന കമ്പനികളെ അപ്രോച്ച് ചെയ്തു. അവിടെ നമ്മൾ അക്കൗണ്ട്സുകൾ ഓപ്പൺ ചെയ്തു. അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്തു. ഞാൻ താങ്കളിലേക്ക് വരാം. ജിൻഡോ, IPO നമ്മുടെ കേരളത്തിലെ IPO കാര്യമാണ് ഈ പറയുന്നത്. ഏതെങ്കിലും ഒരു കമ്പനി IPOക്ക് പോകുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിന്റെ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാൻ, അതാണ് ഉദ്ദേശിച്ചത്? ശരി. അതെങ്ങനെയാണ്? അത് ഏത് കമ്പനി എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്? അതായത് പാൻ ഇന്ത്യയിൽ വരുന്ന എല്ലാ IPOസും ഞങ്ങൾ വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ കമ്പനികളുടെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ അവരുടെ പൊസിഷൻസ് ഇവിടെ നമുക്ക് കേരളത്തിൽ നിയർ ബൈ ഉണ്ടോ നമ്മൾ സെർച്ച് ചെയ്യും. ഓക്കെ. അങ്ങനെ എല്ലാ കോർപ്പറേറ്റ് ഓഫീസിലും നമ്മൾ നിയർ ബൈ അതിന് വിസിറ്റ് ചെയ്യും. IPOക്ക് മുന്നേ തന്നെ അവിടെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പോയി ടൈപ്പ് ചെയ്യും. നമ്മൾ മോത്തിലാൽ ഒസ്വാളിൽ നിന്നാണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ബാക്കി ഡിമാറ്റ് അക്കൗണ്ട് എല്ലാം നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ IRCTCയിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് അവിടെ നമ്മൾ ചെയ്തു. പോളിക്യാബ് എന്ന് പറഞ്ഞ കമ്പനി, പോളിക്യാബ് വൈസ് കേബിൾസ്, അവരുടെ IPO ഒരു 2 വർഷം മുന്നേ ഞങ്ങൾ മുതലാളുണ്ടായിരുന്ന സമയത്താണ്. അപ്പൊ ആ കമ്പനി അവരുടെ എംപ്ലോയീസിനെ ഡീൽ ചെയ്യില്ല എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾ അവിടെ പോയി അവരവിടെ ഇരുന്ന് അവരെ ഹെൽപ്പ് ചെയ്യാണ്. അതെ അതെ സാർ. പോളിക്യാബിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എത്ര അക്കൗണ്ട് കിട്ടിയത്? പോളിക്യാബ് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് 20+ അക്കൗണ്ട്സ് എന്തായാലും നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്? ഒരു കോർപ്പറേറ്റ് IPO ടൈപ്പ് എന്ന് പറഞ്ഞാൽ മുത്തൂറ്റിന്റെ നമ്മൾ ചെയ്തിട്ട് അവരുടെ NCD ഓപ്പൺ ആയ സമയമായിരുന്നു. ഒരു വൈഡ് നമ്പർ ഓഫ് അക്കൗണ്ട്സ് അവിടെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും കമ്പനിയുടെ സ്ട്രാറ്റജി ആയിരുന്നില്ല, നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് നിങ്ങൾ അങ്ങനെ ഒരു വെർട്ടിക്കൽ കണ്ടുപിടിച്ചു? പക്ഷെ അത് നമുക്ക് അവിടുന്ന് ദീപക് ഷെട്ടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ബോസ് ഉണ്ടായിരുന്നു. ആള് നമുക്കൊരു കീഴിൽ തന്നിട്ടുണ്ടായിരുന്നു. മാക്സിമം നമ്മൾ കോർപ്പറേറ്റ് പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ അത് നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, കമ്പനി മൊത്തമായിട്ട് ഗുണം വരും. എൻ്റെ ബ്രാഞ്ച് അതുകൊണ്ട് അക്കൗണ്ട് വളരെ കുറവായിരുന്നു. പക്ഷെ ഇങ്ങനെ കോർപ്പറേറ്റ് ടൈപ്പ് വന്നപ്പോൾ നമുക്ക് സഫീഷ്യൻസ് അക്കൗണ്ടായി, നന്നായി വളർന്നു. അതെ അതെ. അപ്പൊ നിങ്ങൾ അവിടുത്തെ സ്റ്റാർ പെർഫോമൻസ് ആയി. അതെ, അങ്ങനെ താരങ്ങളാണ്. അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ശരി സജീഷ്, പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ നമുക്ക് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് മാറണം. നമുക്ക് ഒരു ക്ലയന്റ് ബേസ് ഉണ്ട്. അപ്പം നമുക്ക്
അങ്ങനെ ഒരു സാഹചര്യം എന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണ്? ചിന്തിക്കാൻ കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ പല കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മളൊരു കോർപ്പറേറ്റ് സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ഇപ്പം നമുക്ക് പല പ്രോഡക്ട്സുകളും നമുക്കിപ്പോൾ താല്പര്യം ഉണ്ടാവണമെന്നില്ല കസ്റ്റമേഴ്സിന്. പക്ഷേ അത് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് നമ്മളൊരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. അപ്പം നിങ്ങൾ ബിസിനസ് കൊണ്ടുവന്നാലും ട്രേഡിംഗ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ആണ്? അതെ അതെ ബാക്ക് എൻഡിൽ ഇരുന്ന് വേറെ ആരെങ്കിലും ആണ്? അതെ അതെ. ഓക്കെ. അപ്പം നമ്മൾ സെയിൽസ് കൊണ്ടുവരുന്നു, പിന്നെ അഡ്വൈസേഴ്സ് ആയിരിക്കും ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഹാപ്പൻസ്, നഷ്ടം വരാം. അപ്പൊ അത് നിങ്ങളെ നമുക്ക് നമ്മുടെ ക്ലയൻസിന്റെ നമുക്ക് പ്രഷർ കിട്ടി തുടങ്ങി. അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്ത് തീരുമാനിച്ചു? അപ്പൊ നമുക്കത് കുറച്ച് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് ആവശ്യമുള്ള ആളുകൾക്ക് കൊടുത്താൽ മതി എന്നുള്ളൊരു ഡിസിഷൻ ഞങ്ങൾ തന്നെ എടുത്തു. ഞങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് മാറാമെന്ന് തീരുമാനിച്ചു. യെസ്, ജിൻഡോ. അങ്ങനെ ഒരു ഡിസിഷൻ അവിടെ നിന്ന് ഞങ്ങൾ എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കമ്പനി, കൊട്ടാക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്രാഞ്ചൈസിയാണ്. കൊട്ടാക് സെക്യൂരിറ്റീസിൻ്റെ ഫ്രാഞ്ചൈസിയാണ് നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ കോലഞ്ചേരിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായിരുന്നു പേര് സ്ഥാപനത്തിന്റെ? കൊട്ടാക് സെക്യൂരിറ്റീസിന്റെ ഫ്രാഞ്ചൈസി. നമ്മുടെ സ്ഥാപനത്തിന് വല്ല പേരിട്ടോ? നമ്മൾ അന്ന് പേരിട്ടില്ല. ഇല്ല, ഫ്രാഞ്ചൈസി ആയിട്ട് എടുത്തു. ശരി. നമ്മൾ ബ്രോക്കിംഗ് ബിസിനസ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് നല്ല സാലറി ഉണ്ട്, ഇൻസെന്റീവ് കിട്ടുന്ന നല്ലൊരു തൊഴിൽ, അത് കളഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് അല്ലേ? അപ്പോൾ ബാക്കപ്പ് ഉണ്ടോ, വരുമാനമുണ്ടോ, എന്താണ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റാഫിന് സാലറി കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഷെയർ ചെയ്തിട്ടാണ് സ്റ്റാഫിന് സാലറി എടുത്തുകൊണ്ടിരുന്നത്. സ്റ്റാഫ് ഉണ്ടായിരുന്നു. നമ്മൾ ചിലപ്പോൾ മേ ബി പുറത്താണെങ്കിൽ പോലും നമ്മുടെ ക്ലയൻസിന് ഒരു ബെറ്റർ സർവീസ് വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സ്ട്രഗ്ലിംഗ് പീരീഡിലും ക്ലയൻറ്റിനെ ഡീൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരു സ്റ്റാഫിനെ അവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സജീഷും ഇദ്ദേഹത്തെ പോലെ തന്നെ സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നു ആ സമയത്ത്? തീർച്ചയായും സാർ. നമ്മുടെ മാരേജ് ഒക്കെ ആ ഒരു സമയത്തായിരുന്നു കഴിഞ്ഞത്. ഈ പറഞ്ഞ ഞാൻ ജനുവരിയിൽ റിസൈൻ ചെയ്തു. എൻ്റെ ഏപ്രിലായിരുന്നു മാരേജ്. അപ്പം എൻ്റെ അതൊരു വലിയ തീരുമാനമായിരുന്നു. ജനുവരിയിൽ റിസൈൻ ചെയ്തു, ഏപ്രിൽ മാരേജ്. അപ്പോൾ ജോലി ഇല്ലാത്ത സമയത്ത് ഞാൻ ഫേം സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നത്. കേരളത്തിൽ ആര് പെണ്ണ് തന്നു ഞാൻ ചോദിക്കേണ്ടി വരും കേട്ടോ. തീർച്ചയായും സാർ. അപ്പോൾ പക്ഷേ അതൊരു നമ്മളുടെ ഒരു ബിസിനസ് ഐഡിയനെ മീൻസ് എൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റിനെ അവർ റെസ്പെക്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടായിരിക്കും എനിക്ക് ചിലപ്പോൾ പെണ്ണ് തന്നത്. ഓക്കെ, വെരി ഗുഡ്. അത് പിന്നീട് അതൊരു വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. ഭാര്യയും കൂടി താങ്കളുടെ കൂടെ വന്നു. അതെ അതെ സാർ. തീർച്ചയായിട്ടും താങ്കളുടെ ബിസിനസ്സിലേക്ക് വന്നു എന്ന് ഞാൻ അറിഞ്ഞു. തീർച്ചയായും. പുള്ളിക്ക് MSW ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ടൊക്കെ ചെയ്യാൻ പറ്റും. സജീഷ്, അപ്പോൾ അങ്ങനെ ഒരു പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങുകയാണ്. അത്ര എളുപ്പമായിരുന്നോ കാര്യങ്ങൾ? ഭയങ്കര ടഫായിരുന്നു സാർ സിറ്റുവേഷൻ. കാരണം ഈ കോവിഡ് ടൈമായിരുന്നു. നമുക്ക് ഒരാളുടെ അടുത്ത് പോയി ഡയറക്റ്റ് ഒരു മീറ്റിംഗ് എടുക്കാൻ പോലും ഉള്ള സിറ്റുവേഷൻ ഇല്ല. ഓരോരുത്തർ ഫോണിലാണ് നമ്മുടെ 90% ബിസിനസ്സും. പിന്നെ അതുപോലെ തന്നെ ഞാൻ താമസിക്കുന്ന പിറവെന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ ഓഫീസ് കോലഞ്ചേരിയാണ്. ഇൻ ബിറ്റ്വീൻ അറൗണ്ട് ഒരു 30 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട്. എനിക്ക് അവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് ഡീലിങ്സ് ഓൺലൈനൊക്കെ ആയിട്ടായിരുന്നു, ഫോണിലൊക്കെ ആയിരുന്നു. അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ആ ടൈമിൽ. പിന്നീട് എങ്ങനെയാണത് ഗ്രോ ചെയ്തത്? എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ സ്ട്രഗിൾ ചെയ്ത എല്ലാവർക്കും വിജയങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതൊരു ബെസ്റ്റ് സ്ട്രഗിള് നമുക്ക് മൊത്തം എൻവറോൺമെന്റ് കിട്ടി. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇത് എടുക്കുന്നത്. ഇപ്പോൾ ഇട്ടിട്ട് തിരിച്ച് ജോലിക്ക് പോയില്ല ആ സമയത്ത്? ഇല്ല, ഇട്ട് പോയില്ല. കാരണം അതിനകത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിലിരിക്കുവാണ്. അപ്പം എല്ലാവരും കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ടായി. ഏറ്റവും കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആ സമയത്താണ്. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിനകത്ത് റിസർച്ച് ചെയ്യാനൊക്കെ സമയം കിട്ടിയിട്ടുണ്ട്. ആ സമയത്താണ് നിങ്ങളൊരു മാറി ചിന്തിച്ചത് മറ്റുള്ളവരുമായി വ്യത്യസ്തമായിട്ട്? എന്തായിരുന്നു സാർ? ഇപ്പോൾ നമുക്ക് അപ്ഫ്രണ്ട് ഒരു റവന്യൂ വേണം, ഒരു കാര്യം. അപ്പോൾ നമുക്ക് അൺലിസ്റ്റഡ് ഷെയർസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു അപ്ഫ്രണ്ട് റവന്യൂ ഉള്ളത്. അൺലിസ്റ്റഡ് ഷെയർസ്? യെസ് സാർ. പ്രേക്ഷകർക്കായി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സാർ, ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഷെയർസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. IPO പോകുന്നതിന് മുമ്പ് പ്രീ IPO ഷെയർസ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആയി നിൽക്കുന്ന സമയത്തുള്ള ഷെയർസ്, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്തുള്ള ഷെയർസ്. അതായത് ഇവർ ഒരു സ്ഥാപനത്തിന് അവർ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് IPO പോകണമെന്നില്ല, അതിന് മുന്നേ തന്നെ അൺലിസ്റ്റ് ചെയ്തുകൊണ്ട് ഷെയർസ് വിൽക്കാനുള്ള പ്രൊവിഷനുണ്ട്, നിയമമുണ്ട്. അതോ പ്രൈവറ്റ് ഇക്വിറ്റി, അവർക്ക് ഫണ്ടിന് വേണ്ടിയിട്ടായിരിക്കും ഷെയർ കൊടുക്കുന്നത്, അവർ ഡൈല്യൂട്ട് ചെയ്യുന്നതായിരിക്കാം 10-20%. അപ്പോൾ ആ ഷെയറുകൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല.
സെക്കൻഡറി മാർക്കറ്റിൽ അവൈലബിൾ സെക്കൻഡറി മാർക്കറ്റ്, അതായത് നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരുന്നില്ലല്ലോ അത്. വരുന്നില്ല. അപ്പോൾ ആ സാധനം നിങ്ങൾ വാങ്ങി വിൽക്കുകയാണോ? അതെ സാർ, അതെ. ഞാൻ ജിൻഡോനോട് ചോദിക്കാം, എന്താണ് അതിൻ്റെ ഒരു ഗുണം? ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തായിരുന്നു ഗുണം? അതെങ്ങനെയാണ് ആ മോഡൽ? അത് സാർ ആക്ച്വലി ഇപ്പോൾ അതൊരു സീഡ് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ. അപ്പോൾ പല കമ്പനികളും നമ്മൾ മേടിക്കുമ്പോൾ അത് ചിലപ്പോൾ നോർത്തിൽ നിന്നൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ പ്രീമിയം ഒക്കെ കൂടി നമ്മുടെ കയ്യിലെത്തുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. ട്രേഡിങ്ങിൽ അതാണല്ലോ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ബ്രാൻഡുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ തുച്ഛമായ ലാഭം മാത്രം ഉണ്ടാക്കാൻ പറ്റും, ഇൻവെസ്റ്റ്മെന്റ് കൂടുതലുമാണ്. അതെ, നമ്മൾ കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കമ്പനികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ നമ്മൾ അതിൻ്റെ ഇൻഫോർമേഷൻ കംപ്ലീറ്റ് നമുക്ക് കിട്ടും. നമുക്ക് ആ സീഡ് ലെവലിൽ കസ്റ്റമറിന് ഷെയർ പിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സീഡ് ലെവലിലാണ്. അപ്പോൾ ആ സീഡ് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് കസ്റ്റമർക്ക്. എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിൽ അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ ഷെയറാണ്? കേരളം ഇപ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് സിയാലിന്റെ ഷെയർ ഉണ്ട്, അത് ലിസ്റ്റഡ് അല്ല. ലിസ്റ്റഡ് അല്ല. അപ്പം എനിക്ക് സിയാലിന്റെ ഷെയർ വേണമെന്ന് വെച്ചാൽ ഇത് ലിസ്റ്റ് ചെയ്താത്തതുകൊണ്ട് എനിക്ക് എവിടെയും കിട്ടില്ല. ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്ന ഷെയർ ആയിരിക്കും എനിക്ക് കിട്ടുക. അതെ, അത് നിങ്ങൾ വാങ്ങി എനിക്ക് തരും. അതെ, നമ്മൾ കമ്പനിയിൽ ഓൾറെഡി ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും സെല് ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിട്ട് വരുവാണെങ്കിൽ ലിക്വിഡിറ്റി ഇഷ്യൂ ഉള്ളവരെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് സെല് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് റെഗുലർ ആയിട്ട് ഇതിന്റെ ഡീൽസ് ഉണ്ട്. അപ്പോൾ ഈ വാങ്ങുന്നവർ ഇതൊരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ ചെയ്യുന്നത്? അതെ, അതെ, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ്. ലോങ് ടൈം എന്ന് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിൽ ചെയ്യാൻ പറ്റിയൊരു എന്തായാലും അപ്രീസിയേഷൻ ഉണ്ടാവും. ഷുവറായിട്ട്. സതീഷ്, അങ്ങനെ വാങ്ങിയ ഒരു എക്സാമ്പിൾ എന്ന് പറയാമോ? ആരെങ്കിലും വാങ്ങിയ ഒരു എക്സാമ്പിൾ വളരെയധികം ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വളരെ ഷൂട്ടപ്പ് ചെയ്ത് നമുക്ക് കുറച്ചധികം എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ പറയുവാണെങ്കിൽ ഇപ്പോൾ സിയാൽ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ അറൗണ്ട് 200 ലെവൽസിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. 475 500 ലെവൽസിലൊക്കെ ട്രേഡ് ചെയ്തു. പിന്നെ ഡിവിഡൻസ് അവർ കൊടുക്കാറുണ്ട് കൃത്യമായിട്ട്. നല്ല പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാണ്. ഇപ്പോൾ ഹൈഡ്രജൻ പ്ലാന്റ് BPSലായിട്ട് ചേർന്നുകൊണ്ട് വരുന്നു. അങ്ങനെയുള്ള നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ എടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ എക്സാമ്പിൾ മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. NSE BSE പോലെ തന്നെ എക്സ്ചേഞ്ച് ആണ്. 60 പൈസ 1 റുപ്പി റേഞ്ചിലൊക്കെ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. അറൗണ്ട് 14 to 15 റേഞ്ചിലൊക്കെ ട്രേഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പല ഇൻവെസ്റ്റേഴ്സും ഇപ്പോൾ പെൻഷനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വളരെ ലോ മാർക്കറ്റിൽ എൻട്രി ചെയ്തിട്ട് നല്ല റിസൾട്ട് നല്ല രീതിയിൽ എക്സിറ്റ് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ദൈവം സഹായിച്ച് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അൺലിസ്റ്റഡ് വെച്ചിട്ടൊരു പുതിയ ബിസിനസ് മോഡൽ ഉണ്ടാക്കി, അത് നന്നായി പോയോ? നന്നായിട്ട് പോയി സാറേ. അത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുവാണെങ്കിൽ നമ്മൾ സീഡ് ലെവലിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്ത ഓൾമോസ്റ്റ് ഒരു 70% സ്റ്റോക്കും നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ പുതിയ സ്റ്റോക്സ് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനം വലുതായോ, പേരിട്ടോ, എന്തായി? പിന്നെ നമ്മൾ ഈ അൺലിസ്റ്റഡ് ഷെയർസ് അതിൽ പ്രീ IPO ഷെയർസ് മാത്രം ചെയ്യുന്ന ക്യാപ്റ്റീനസ് സിൻഡിക്കേറ്റ് LLP എന്നൊരു കമ്പനി ഞങ്ങൾ ഫോം ചെയ്തു. ഒന്നുകൂടെ, ക്യാപ്റ്റീനസ് സിൻഡിക്കേറ്റ് LLP. ക്യാപ്റ്റീനസ് സിൻഡിക്കേറ്റ് LLP. നിങ്ങൾ രണ്ടുപേരാണ് എൻ്റെ പാർട്ട്നേഴ്സ്? അതെ, ഞാൻ രണ്ടുപേരാണ് എൻ്റെ ഡയറക്ടേഴ്സ്. നിങ്ങളുടെ മേജർ സർവീസ് എന്ന് പറയുന്നത് അൺലിസ്റ്റഡ് ഷെയർസ് വാങ്ങി കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളത് തന്നെ. അതെ, കൂടാതെ ഒപ്പം തന്നെ നമ്മൾ ഈ ലിസ്റ്റഡ് കമ്പനീസ്, അതായത് നമുക്ക് ഇപ്പം മിറാസെറ്റിൻ്റെ ഫ്രാഞ്ചൈസിയാണ്, നമുക്ക് ഓതറൈസ്ഡ് ഡീലേഴ്സാണ് ഞങ്ങൾ ക്യാപ്റ്റീനസ് സിൻഡിക്കേറ്റ് LLP. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അൺലിസ്റ്റഡ് വേണമെങ്കിൽ അതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ മ്യൂച്വൽ ഫണ്ട്സ്, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഈ IPOയിലേക്കൊക്കെ നമ്മൾ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻസ് IPOയുടെ ഞാൻ സജീഷിലോട്ട് ചോദിച്ചിട്ട് ജിൻഡോയിലോട്ട് വരാം. സജീഷ്, അവിടെയാണ് ഈ ചോദ്യം. നിങ്ങൾ വളരെ ചെറിയ രീതിയിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു എംപ്ലോയിക്ക് സാലറി കൊടുക്കാൻ സ്ട്രഗിൾ ചെയ്താണ്. ഇന്ന് എത്ര എംപ്ലോയീസ് ആയി? നമുക്കൊരു 10 to 15 മെമ്പേഴ്സ് ഉണ്ട് സാർ. ഇപ്പോൾ 15 പേര്. അതെ. ഇപ്പോൾ എവിടെ, കൊല്ലഞ്ചേരി തന്നെയാണോ? കൊല്ലഞ്ചേരിയിൽ നമുക്ക് 10ഓളം പേരുണ്ട്. പിന്നെ വൈറ്റ്ലിയിൽ നമുക്കൊരു ബ്രാഞ്ചും കൂടി ഉണ്ട്, ജോമർ സിംഫണി ടവറിൽ. വെരി ഗുഡ്. 15 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമായി വളർന്നു കഴിഞ്ഞു. ഞാൻ തിരിച്ച് താങ്കളിലേക്ക് വരാം. ഒരു ഇന്നത്തെ കാലത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു ആംഗിളിൽ നോക്കുമ്പോൾ പല സംരംഭകരും ഇന്ന് IPOയെ കുറിച്ചിട്ടുള്ള അറിവില്ല, SME IPOയെ കുറിച്ചുള്ള അറിവില്ല. എന്താണ് ഇവരോടൊക്കെ പറയാനുള്ളത്? പണത്തിന് വേണ്ടി ഇവർ എവിടെ പോകുമെന്നറിയാതെ ബാങ്ക് ലോൺ മാത്രം എടുത്ത് നടക്കുന്ന, ഇപ്പം നിങ്ങളതിലൊരു എക്സ്പേർട്ട് എന്ന നിലയ്ക്ക് എനിക്ക് ചോദിക്കാമല്ലോ. സാർ, ആക്ച്വലി ഇപ്പം നമ്മളിവിടെ കേരളത്തിൽ കണ്ടുവരുന്നൊരു ട്രെൻഡ് സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ബാങ്ക് ലോണിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു
ഫണ്ട് റിക്വയർമെൻറ്റ് വരുന്ന പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഫോക്കസ് ബാങ്കിലേക്കാണ്, ബാങ്ക് ലോണിലേക്കാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ശരിക്കും SME IPO അതല്ലെങ്കിൽ മെയിൻ ബോർഡ് IPO. നമുക്കാണെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു 20% സ്റ്റേക്ക് നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റിയാൽ കമ്പനിക്ക് സഫീഷ്യൻറ്റ് ഫണ്ട് അവിടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ആ ഫണ്ട് കളക്ട് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് സോഴ്സാണ് IPO എന്ന് പറയുന്നത്. അതിൽ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. കൺസൾട്ട് ചെയ്യാൻ നമ്മളൊരു കൺസൾട്ടൻ്റ് കൂടിയാണ്. നിങ്ങളിപ്പോൾ ഒരു IPO കൺസൾട്ടന്റ് കൂടിയാണ്. അതെ, നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സായിട്ടും ഇന്ത്യയിൽ നമുക്ക് ടൈപ്പ് ഉണ്ട്. ഫ്രണ്ട് ലൈനിലുള്ള എല്ലാവരുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. സജീഷ്, ഇപ്പോൾ നിങ്ങളൊരു ചെറിയൊരു അൺലിസ്റ്റഡ് കമ്പനി എന്നതിലുപരി ഇപ്പോൾ IPO കൺസൾട്ടൻസ് വരെ അതെ സാർ. ആയിക്കഴിഞ്ഞു അല്ലേ? ഇനി ഭാവി സ്വപ്നങ്ങൾ എന്താ? സാർ ഇപ്പം ഞാൻ IIM കാലിക്കറ്റിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ കോഴ്സും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു വർഷത്തോടു കൂടി ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ ആവാൻ ഉള്ളൊരു ചാൻസ്. വെരി ഗുഡ്, വലിയ സ്വപ്നങ്ങളാണ്. അതെ അതെ. ഇപ്പോൾ നമുക്കിപ്പോൾ എത്ര ക്ലയൻസുകളെ നിങ്ങൾ സെർവ് ചെയ്തിട്ടുണ്ടാവും? നമുക്ക് അറൗണ്ട് ഒരു 2000+ ക്ലയൻസ് നമുക്കിപ്പോൾ തന്നെ ഉണ്ടാവും. അവരെല്ലാവരും വളരെ ഹാപ്പിയാണ്. ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഇന്ന് നിങ്ങൾ എന്തൊക്കെ സേവനങ്ങളാണ് മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്നത്? ഇതിപ്പോൾ സാറേ ഈ IPOയിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ അൺലിസ്റ്റഡിൽ മാത്രം നമ്മൾ പറയുമ്പോൾ പല ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റിയാണ്. ഷെയർ മേടിക്കും, എവിടെ സെല്ല് ചെയ്യണം എന്നുള്ളൊരു ഫോക്കസ് അവർക്കില്ല, അറിയില്ല. അതിനാണ് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ സിൻഡിക്കേറ്റ് LLP ത്രൂ നമ്മൾ ഷെയർസ് അവർക്ക് ലിക്വിഡേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മൾ കൊടുത്ത ഷെയർ ആണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നമ്മൾ അവർ തന്നെ വിളിച്ചിട്ട് റീസ്ട്രക്ചർ ചെയ്യാനും സെല്ലിങ്ങിൻ്റെ കറക്റ്റ് ടൈമിൽ എക്സിറ്റ് ചെയ്യാനൊക്കെ നമ്മളവർ ഗൈഡ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ടീം മെമ്പേഴ്സ് എല്ലാം വെൽ ട്രെയിൻഡ്, വെൽ ഗ്രൂംഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതെ സാർ. ഇൻഡസ്ട്രിയിൽ തന്നെ എക്സ്പേർട്സ് ആണ്. അതെ, പല ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ആളുകളാണ്. പക്ഷേ ഇപ്പം നമ്മളെ കൂടെ നമ്മൾ തന്നെ ട്രെയിനിങ് നമ്മൾ കൊടുക്കുവാണ്. നമ്മളതുപോലെ തന്നെ എല്ലാ കോർപ്പറേറ്റ് ട്രെയിനിങ്സും ഒക്കെ ഇനി ആഡ് ഓൺ ചെയ്ത് കൊണ്ടുപോകണം. നിങ്ങൾ ഒരു സമയത്ത് സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നു, ആ സ്ട്രഗിളൊക്കെ മാറി ഇപ്പോൾ കംഫർട്ടബിൾ ആയോ? സർ, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോഴും പറ്റത്തില്ല. ഞങ്ങൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ മേഖലകളിലേക്കും അതുപോലെ തന്നെ അടുത്ത സിറ്റീസിലേക്കും അല്ലെങ്കിൽ അടുത്ത ഡിസ്ട്രിക്റ്റിലേക്കും അടുത്ത സ്റ്റേറ്റിൽ പല പല സ്റ്റേറ്റിലേക്കും എൻ്റർ ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ നോക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ചെറിയ രീതിയിൽ തൊഴിൽ ചെയ്തതിൽ വിജയിച്ചു. പക്ഷെ ഒരു സംരംഭം നടത്തിക്കൊണ്ടുപോകാൻ അത്ര എളുപ്പമല്ല. പക്ഷെ ഇന്നത്തെ നിങ്ങളുടെ ഈ എളിയ വിജയത്തിൻ്റെ പിന്നിൽ ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു ഗ്രേസാണ്. രണ്ടാമത് നമുക്ക് ഏറ്റവും ബാക്കപ്പ് വരുന്നത് നമ്മുടെ ഫാമിലി, കംപ്ലീറ്റ് വൈഫാണെങ്കിലും ബാക്കി മദർ ഫാദർ എല്ലാവരും ഫാമിലിയുടെ കംപ്ലീറ്റ് സപ്പോർട്ട് നമുക്കുണ്ട്, ബ്രദറൊക്കെ ഉണ്ട്. അതുപോലെ അതിനകത്ത് ഏറ്റവും പൊട്ടൻഷ്യലായിട്ട് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ്. നമ്മൾ സ്റ്റാഫ് എന്നവരെ വിശേഷിപ്പിക്കുന്നില്ല, അവർ നമ്മുടെ ഫാമിലിയാണ്, നമ്മുടെ ബാക്ക് ബോൺ അവരാണ്. അവർ നമുക്ക് നൽകുന്ന ഒരു സപ്പോർട്ടും അവരുടെ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും എല്ലാമാണ് നമ്മളെ ഇത്രയും എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സജീഷിൻ്റെ അഭിപ്രായം തന്നെയായിരിക്കും. തീർച്ചയായും സാർ. ഇപ്പം ഈ മേഖല തന്നെ ആണ് നീ തിരഞ്ഞെടുക്കേണ്ടതെന്ന് എൻ്റെ ഫാദറൊക്കെ എൻ്റെ അടുത്ത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എബ്രോഡ് പോയാലോ എന്നൊക്കെ ആലോചനകൾ വന്ന സമയത്തും ഒക്കെ ഈ ഒരു മേഖലയാണ് നിനക്ക് പറ്റിയ മേഖല, നീ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നൊക്കെയുള്ള സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് കിട്ടി. വൈഫ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കോവിഡ് ആ ടൈമിലൊക്കെയും നമുക്ക് ഇങ്കില്ലാത്ത സമയത്തൊക്കെയും അമ്മ ഇപ്പോൾ മോട്ടിവേറ്റർ ആയിട്ട് എൻ്റെ കൊച്ചുമകൾ, പിന്നെ എൻ്റെ മൈ ക്യാപിറ്റൽ ഇഗ്നസ് സിൻഡിക്കേറ്റ് LLP ടീം, അവർ വളരെ വളരെ അധികം സപ്പോർട്ട്. നമ്മളെ ഒരു ബോസ് എന്നുള്ള രീതിയിലല്ല അവർ കാണുന്നത്, നമ്മളും ഒരു സ്റ്റാഫ് എന്നുള്ള രീതിയിലല്ല നമ്മൾ കാണുന്നത്. ഒരു ഫാമിലി. അതെ അതെ സാർ. നിങ്ങൾ കേട്ടു, രണ്ട് ചെറുപ്പക്കാർ അവർ ഒരേ സ്ഥാപനത്തിൽ ആക്സിഡൻ്റലി ട്രെയിനിൽ വെച്ചാണ് കണ്ടുമുട്ടി ട്രെയിനിങ്ങിന് പോയതാണ്. പക്ഷെ അന്ന് തൊട്ട് ആത്മമിത്രങ്ങളാണ്, ആത്മസുഹൃത്തുക്കൾ. പിന്നീട് അവരുടെ സ്ഥാപനത്തിൽ ഏറ്റവും മികച്ച പെർഫോമറായി എന്ന് മാത്രമല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിക്കുന്നു. സ്ട്രഗിൾസ് നിരവധി ഉണ്ടായിരുന്നു. ഈ ഫിനാൻഷ്യൽ മേഖല എന്ന് പറയുന്നത് പലപ്പോഴും സംരംഭകർക്ക് ഒരു മരീചികയാണ്. പലരും ചിന്തിക്കാറില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ. നമുക്ക് ഫണ്ട് വേണം ബിസിനസ് ചെയ്യാൻ, ഓപ്ഷൻസ് പലതുണ്ട്, നമുക്ക് ബാങ്കിൽ അപ്രോച്ച് ചെയ്യാം. എന്നാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് മലയാളി സംരംഭകരുടെ മനസ്സിൽ പോവാത്ത ഒരു കാര്യമാണ് IPO, SME IPO, അതുപോലെ പ്രൈവറ്റ് ഇക്വിറ്റി. ഇതെങ്ങനെയാണ്, എങ്ങോട്ടാണ് പോകേണ്ടത്, ഇതിന് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുക? പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ഈ കടം വാങ്ങാൻ മാത്രം ചിന്തിക്കുന്നത്. ഇതൊരു വലിയ അവസരം തന്നെയാണ് സംരംഭകരുടെ മുന്നിലുള്ളത്.
ചെറിയ സംരംഭകർക്ക് പോലും SME IPO എന്ന് പറയുന്ന സ്മോൾ ആൻഡ് മീഡിയം ഓൺട്രപ്രണേഴ്സിൻ്റെ IPO ആണ്. ഇത്തരം നല്ല ചെറുപ്പക്കാർ നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഇവരുടെ സേവനം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അവർ മുന്നോട്ട് വെച്ചൊരു ആശയം കൊള്ളാം. അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർസ് പലപ്പോഴും ഒരു ജാക്ക്പോട്ട് അടിക്കുന്ന പോലെ ആയിരിക്കാം ചിലപ്പോൾ നമ്മളൊരു ചെറിയൊരു കമ്പനി കണ്ടുപിടിച്ച് അതിലെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പിന്നീട് ഒറ്റയടിക്ക് ഒരു രൂപ ഉണ്ടായിരുന്ന ഷെയർ 10-15 രൂപയാൽ പോലും നമ്മുടെ കയ്യിലുള്ള ഷെയറിൻ്റെ നമ്പർ പോലെ ഇരിക്കും പെട്ടെന്ന് അത് വളർന്നു കയറുന്നത്. നല്ലൊരു കർമ്മമേഖല കണ്ടെത്തി വിജയിച്ച ഈ 2 സംരംഭകരും നമുക്ക് മാതൃകയാണ്. സജീഷ് ജിൻറ്റോ, വളരെ ഇൻസ്പയറിംഗ് ആണ് നിങ്ങളുടെ സ്റ്റോറി. വളരെ എളിമയുള്ള 2 ചെറുപ്പക്കാർ. നിങ്ങളുടെ വാല്യൂ ബേസ്ഡ് ആണ്. നിങ്ങൾ ആരെയും പറ്റിക്കരുത് എന്ന് ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സംരംഭം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാവിയിൽ കണ്ട എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ, ഉയരങ്ങളിലെത്തട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിലെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.